ആഘോഷമായി തുടങ്ങിയ യാത്ര മിനിറ്റുകൾക്കുള്ളിൽ ദുരന്തമായി മാറി. മരണത്തിന് പോലും ആ അമ്മയെയും മകനെയും വേർപിരിക്കാനായില്ല. ജബൽപൂർ ബോട്ട് അപകടത്തിന് തൊട്ടുമുമ്പ് എന്താണ് നടന്നത്? മധ്യപ്രദേശിലെ പ്രശസ്തമായ ബർഗി ഡാം. അവിടെ വിനോദസഞ്ചാരികളുമായി നീങ്ങിയ ഒരു ക്രൂസ് ബോട്ട്. എല്ലാവരും ചിരിക്കുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റും മോളങ്ങളും ബോട്ടിൻ്റെ നിയന്ത്രണം തെറ്റിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ ബോട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായി ലൈഫ് ജാക്കറ്റുകളൊക്കെയായി നിലവിളിച്ചു. എന്നാൽ വിധി അവർക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. കാറ്റും മോളങ്ങളും ഉണ്ടായപ്പോൾ പരിഭ്രാന്തരായ വിനോദസഞ്ചാരികൾ ബോട്ടിൻ്റെ ഒരു വശത്തേക്ക് ഓടിമാറിയത് ബോട്ട് പെട്ടെന്ന് ഒരു വശത്തേക്ക് ചരിയാൻ കാരണമായി. ബോട്ട് മറിഞ്ഞ ഉടനെ ചുറ്റുമുണ്ടായിരുന്നവർ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയെങ്കിലും ആഴമേറിയ വെള്ളം കാര്യങ്ങൾ സങ്കീർണമാക്കി. എന്നാൽ ഇവിടെയാണ് ചില നിർണായകമായ ചോദ്യങ്ങൾ ഉയരുന്നത്. ആ ബോട്ടിന് വേണ്ടത്ര ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു? ശേഷിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയത് കൊണ്ടാണോ ബോട്ട് പെട്ടെന്ന് ഒരു വശത്തേക്ക് ചരിഞ്ഞത്? അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ടൂറിസ്റ്റുകൾക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകുന്നതിൽ അധികൃതർ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പലരും ജാക്കറ്റുകൾക്കായി പരക്കം പായുകയായിരുന്നു. പക്ഷേ ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയത് ആ സാങ്കേതിക വീഴ്ചകളല്ല, മറിച്ച് രക്ഷാപ്രവർത്തകർ വെള്ളത്തിനടിയിൽ കണ്ട ആ കാഴ്ചയാണ്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അവർ ആ അമ്മയെ കണ്ടെത്തി. മരണത്തിൻ്റെ തണുപ്പിലും തൻ്റെ 4 വയസ്സുകാരൻ മകനെ ആ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവസാന ശ്വാസത്തിലും ആ കുഞ്ഞിനെ വിട്ടു നൽകാൻ അവൾ തയ്യാറായിരുന്നില്ല. താൻ ശ്വസിക്കുന്ന അവസാന ശ്വാസം വരെ ആ കുഞ്ഞിനെ കാത്തുരക്ഷിക്കാൻ ശ്രമിച്ച ആ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ മരണത്തിന് പോലും തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവർ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോഴും ആ കൈകൾ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം അത്രമേൽ മുറുക്കി പിടിച്ചിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദുരന്തത്തിൻ്റേതെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞും വെള്ളത്തിനടിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജബൽപൂർ അപകടം സത്യമാണെങ്കിലും തെറ്റായ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബർഗി ഡാമിലെ ഈ ദുരന്തം ഒരു മുന്നറിയിപ്പാണ്. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടായേ തീരൂ. നിയമം ലംഘിക്കുന്ന ഓരോ ബോട്ടുടമയും ഓർക്കുക, നിങ്ങൾ പന്താടുന്നത് മനുഷ്യജീവനുകൾ വെച്ചാണ്. മരണത്തിലും വിടാതെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ആ അമ്മയെക്കുറിച്ചും അധികൃതരുടെ ഈ വലിയ വീഴ്ചയെക്കുറിച്ചും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ അന്വേഷണാത്മക വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.